സ്നേഹം ഉള്ളിടത്ത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. നമ്മുടെ വാശികളായിരിക്കാം, നമ്മുടെ അഹങ്കാരങ്ങളാകാം, നമ്മുടെ അസൂയകളാകാം. ആ കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും സ്നേഹം ഇല്ലാതാകുന്നു. അവിടെ വഴക്കുകൾ, പിണക്കങ്ങൾ ഉണ്ടാകുന്നു. കൂട്ടായ്മ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമ്മളുടെ ഒരു വാശി കാരണം എനിക്കിതേ പറ്റുള്ളൂ, ഞാനത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കാരണം, അങ്ങനെ ഒരു ചിന്ത ഞാനുണ്ടായില്ല, അങ്ങനെ ചിന്ത വരുമ്പോൾ അവിടെ ആ കൂട്ടായ്മ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് മൂത്തപുത്രനെ കുറിച്ചാണ് വായിക്കുക. എല്ലാം ഒന്നായി തീർന്ന സമയത്ത് മൂത്തപുത്രൻ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുക. എന്നെ ഇത്ര നാൾ സ്നേഹിച്ചില്ല, എന്നെ എങ്ങനെയാണ് കരുതിയിരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്ന് ഒരുമിച്ച് വരുമ്പോൾ, എല്ലാ മേഖല ഒരുമിച്ച് വരുമ്പോഴാണ് കൂടെ നിൽക്കുന്നു വിചാരിച്ച ആള് തകർന്നു വീഴുന്നു പോകുന്നു. കൂടെ നിൽക്കുന്ന ആള് അപ്പം തന്നെ ഒച്ചപ്പാടുണ്ടാകുന്നു. നമ്മുടെ ഒരു അഹങ്കാരങ്ങളും വാശികൾ കാരണം വീണ്ടും ആ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്ന നിമിഷം ഉണ്ടാകും. നമ്മൾ ഈ മൂത്തപുത്രൻ്റെ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം. ഇളയപുത്രൻ വഴിതെറ്റിപ്പോയി. അവനെല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്ന് പിതാവ് അവനെയൊക്കെ ഒന്ന് സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് മൂത്തപുത്രൻ്റെ അടുത്ത റോൾ അവൻ ആരംഭിക്കുക. നമ്മളും ഇതുപോലെ തന്നെയാണ് ചില സ്ഥലങ്ങളിൽ റോളുകൾ കളിക്കുന്ന വ്യക്തികളായിട്ട് മാറും. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മുടെ അഹങ്കാരം കാണിക്കാൻ വേണ്ടി, നമ്മുടെ പേര് കാണിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കുന്ന വ്യക്തികളായിട്ട് മാറും. ആ വഴക്കുണ്ടാക്കുമ്പോൾ ഒരു വിഷമവും ഇല്ലെന്നേ. നമ്മൾ അങ്ങ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വിഷമവും ഒരു വേദനയില്ല, കൂട്ടായ്മ നഷ്ടപ്പെടുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണോ? എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അനിയൻ്റെ പാത്രത്തിൽ ഒരു മീൻ അമ്മ കൂടുതൽ ഇട്ട് കൊടുത്തത്. അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒച്ചപ്പാടുണ്ടാകും. ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല, പിണങ്ങി എഴുന്നേറ്റ് പോകും. അതോടുകൂടി ആ ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കുന്ന ആ രസം നഷ്ടപ്പെടുകയാണ്. പിശാച് ഇതിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരുമിക്കുന്ന കുടുംബത്തെ ഭിന്നിപ്പിക്കാൻ ഏതെങ്കിലും വ്യക്തിയിലൂടെ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവരും. അത് ഞാനാകാതിരിക്കാൻ വേണ്ടി, നമ്മൾ ഓരോരുത്തരും ആകാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കുടുംബം ഒന്നിക്കുന്ന, നമ്മുടെ ചേട്ടനനിയന്മാർ ഒന്നിപ്പിക്കുന്ന, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, തിരുനാൾ വരുന്നു, എല്ലാ ചേട്ടനനിയന്മാരും ഒരുമിച്ച് ഇങ്ങനെ ആഘോഷിക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു അനിയനൊന്ന് കുടിച്ചു വന്ന് അത് താറുമാറാക്കി കളയും. ഇതെല്ലാ കുടുംബങ്ങളിലുള്ളതാണ്. എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകും. അതുകൊണ്ട് ആ സഹോദരൻ ഞാനാകാതിരിക്കട്ടെ, അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.